ഏതൊരു കർമ്മം ചെയ്താലും, പൃഥു മഹാരാജാവ് തുടരുകയാണ്, ഏതൊരു കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം ആനന്ദപ്രദായകമായിരിക്കണമെന്ന് ആളുകൾ പ്രത്യാശിക്കുന്നു. സകാമന്മാരായ ഭക്തന്മാർ എന്തെങ്കിലും ഒരു നല്ല ഫലം കാക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അത് ലഭിക്കുമ്പോൾ അവർ ആനന്ദം അനുഭവിക്കുന്നു. ഈ ആനന്ദവും ഭഗവത് സ്വരൂപം തന്നെയാണ്. പ്രകൃതി അതിൻ്റെ ഗുണങ്ങൾക്ക് വികാരമുണ്ടാക്കുന്ന കാലം, അന്ധഃകരണം, പുണ്യപാപ ഫലസ്വരൂപമായ പ്രാരബ്ധം എന്നിവയെല്ലാം ചേർന്നുണ്ടായിട്ടുള്ള ഈ ശരീരത്തിൽ വിജ്ഞാനഘനരൂപിയായി ഭഗവാൻ ബുദ്ധിവൃത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അന്തര്യാമിയായി വർത്തിക്കുന്നു. കർമ്മങ്ങളുടെ അനുകൂല ഫലത്തിൽ ആനന്ദഭരിതനായി അവിടുന്ന് അന്ധഃകരണത്തിൽ പ്രകാശിക്കുന്നു. ബുദ്ധിവൃത്തിയുടെ വൈവിധ്യം കൊണ്ട് അനുഭവപ്പെടുന്ന ആനന്ദത്തിനും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. വിറകിൻ്റെ വലുപ്പത്തിനും ഇനത്തിനുമനുസരിച്ച് വലുതും ചെറുതുമായ അഗ്നി സംജാതമാകുന്നത് പോലെ തന്നെ. മറ്റൊരു സാധനാരഹസ്യത്തെ പൃഥു മഹാരാജാവ്, വ്യാസഭഗവാൻ പൃഥു മഹാരാജാവിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ജീവജാലങ്ങൾ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്? അവരുടെ സഹജമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ, ആനന്ദാനുഭവത്തിന് കാക്ഷിക്കാതെ, സുഖം ആഗ്രഹിക്കാതെ ഒരു ജീവി പോലും, ഒന്നുപോലും ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നില്ല. എല്ലാ ജീവരാശിയുടെയും ആഗ്രഹം സുഖമനുഭവിക്കുക എന്നുള്ളതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സുഖമാണ് എല്ലാവരും കാക്ഷിക്കുന്നത്. ഏത് പ്രവൃത്തിയിലൂടെയും അത് തന്നെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എത്ര മോശമായ പ്രവൃത്തിയിലൂടെയും അത് തന്നെയാണ്. ഉദാഹരണത്തിൽ, യുദ്ധം ചെയ്യുമ്പോൾ അതിക്രൂരമായ കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. ആ അതിക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അത് ചെയ്യുന്നത് അവരുടെ സുഖത്തിന് വേണ്ടി തന്നെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരും അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സുഖം കാക്ഷിക്കാതെ ഈ ലോകത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നു മാത്രമാണ്, അത് സുഖം അനുഭവിക്കുക എന്നുള്ളതാണ്. ഏതൊരു കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം ആനന്ദപ്രദായകമായിരിക്കണമെന്ന് ആളുകൾ പ്രത്യാശിക്കുന്നു. സകാമന്മാരായ ഭക്തന്മാർ എന്തെങ്കിലും ഒരു നല്ല ഫലം കാക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. സകാമന്മാരായിട്ടുള്ള ഭക്തന്മാർ, അത് വേണം, ഇത് വേണം, അത് വേണ്ട, ഇത് വേണ്ട, ഇങ്ങനെയായാൽ നന്നായിരുന്നു, അങ്ങനെ ആകരുത് എന്നൊക്കെ വിചാരിച്ച് ഭജിക്കുന്നവർ അവരൊട്ടും മോശമല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവർ പോലും മോശമല്ല. സകാമന്മാരായിട്ടുള്ള ഭക്തന്മാർ എന്തെങ്കിലും ഒരു നല്ല ഫലം കാക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നതും ഒരു ഫലം കാക്ഷിച്ചുകൊണ്ടാണ്. അവർ വഴിപാട് കഴിക്കുന്നത് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അവർ അമ്പലത്തിൽ പോകുന്നത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ്. അവർ മന്ത്രം ജപിക്കുന്നത് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. ജീവിതത്തിലുള്ള വൈഷമ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇവരൊക്കെ സകാമന്മാരായ ഭക്തന്മാർ എന്തെങ്കിലും ഒരു നല്ല ഫലം കാക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അത് ലഭിക്കുമ്പോൾ അവർ ആനന്ദം അനുഭവിക്കുന്നു. ഈ ആനന്ദവും ഭഗവത് സ്വരൂപം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇതേ കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. പരസ്പരം ഭാവയന്ത. തന്ത്രശാസ്ത്രമനുസരിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഓരോ ഉപകരണങ്ങളാണ്. കണ്ണ് കാഴ്ചകൾ കാണാനുള്ള ഉപകരണമാണ്. കാത് ശബ്ദം കേൾക്കാനുള്ള ഉപകരണമാണ്. മൂക്ക് മണക്കാനും നാക്ക് രുചിക്കാനും ത്വക്ക് സ്പർശിച്ചറിയുവാനുമുള്ള ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾക്ക് ഓരോന്നിനും ഓരോ അധിദേവത, അതിനെ കരണേശ്വരി എന്നാണ് പറയുക. അതായത് ഇതിന് ഓരോരുത്തരും ഓരോ ഈശ്വരിയുണ്ട്, ഓരോ ശക്തി ഉണ്ട്. ആ ശക്തി ഈ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിച്ച് ഉപകരണങ്ങളിലൂടെ അനുഭവങ്ങളെ ഗ്രഹിച്ച് അതിനെ പരമബോധത്തിൽ സമർപ്പിച്ച് അതിൽ ലയിക്കുന്നു.
ഒന്നുകൂടി പറയാൻ ഞാൻ, ഈ ഉപകരണങ്ങൾ ഇന്ദ്രിയങ്ങളെ അതാത് ഇന്ദ്രിയങ്ങളുടെ ശക്തി സ്വരൂപിണിയായ ദേവി പ്രവർത്തിപ്പിച്ച് അതിലൂടെ അനുഭവങ്ങളെ സമാഹരിച്ച് ആ അനുഭവങ്ങളെ പരമബോധത്തിന് സമർപ്പിച്ച് ആ പരമബോധത്തിൽ ഒരല്പനേരം ലയിക്കുന്നു. അങ്ങനെ ലയിക്കുമ്പോഴാണ് ആനന്ദം, സ്വതസിദ്ധമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നത്. ആ അനുഭവം കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും കരണേശ്വരികൾ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും ആ ലയത്തിൽ നിന്ന് ഉണർന്ന് കരണേശ്വരികൾ കരണങ്ങളെ പ്രവർത്തിപ്പിച്ച് ഈ അനുഭവങ്ങളെ സമാഹരിച്ച് വീണ്ടും പരമബോധത്തിന്, നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഈ പരമബോധത്തിന് സമർപ്പിച്ച് അതിൽ ലയിച്ച് ആനന്ദം അനുഭവിച്ച് വീണ്ടും ആ പ്രവൃത്തി തന്നെ ചെയ്യുന്നു. അപ്പം ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ സമാഹരിച്ച് അതിനെ പരമബോധത്തിൽ ലയിപ്പിച്ച് ആനന്ദം അനുഭവിക്കുമ്പം ആ പരമബോധം ഈ കരണേശ്വരികളെ അനുഗ്രഹിക്കും. എന്താ അനുഗ്രഹിക്കുന്നത്? ധാരാളം ആനന്ദപ്രദായകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും. കണ്ണിനെ അനുഗ്രഹിക്കും, ആഹ്ലാദത്തെ ജനിപ്പിക്കുന്ന കാഴ്ചകൾ അനവധി കാണാൻ ഇടയാകട്ടെ എന്ന്. കാതിനെ അനുഗ്രഹിക്കും, സന്തോഷപ്രദമായ ശബ്ദങ്ങൾ കേൾക്കാൻ ഇടയാകട്ടെ എന്ന്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും, അങ്ങനെ ഇന്ദ്രിയ ദേവതകളെ ഈ ബോധ അനുഗ്രഹിക്കും, നന്നായി വരട്ടെ എന്ന്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ ആനന്ദപ്രദമായിട്ടുള്ള അനുഭവങ്ങളെ സമാഹരിച്ച് ഈ ബോധത്തിൽ സമർപ്പിച്ച് ലയിക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളും ബോധവും തമ്മിൽ നടക്കുന്ന പ്രക്രിയ, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരങ്ങൾ അത്രയും, അതിനെയാണ് ജീവിതം എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം അത്രയും ആരാധനയായി തീരുന്നു. ഈ ഇന്ദ്രിയങ്ങളുടെ ഓരോന്നിൻ്റെയും അധിഷ്ഠാത്രി ബ്രാഹ്മി, മഹേശ്വരി ആദി അഷ്ടമാതൃക്കളാണ്. ഈ അഷ്ടമാതൃക്കളുടെ പ്രവർത്തനത്താൽ സമാഹരിക്കപ്പെടുന്ന ജീവിതാനുഭവത്തെ സമർപ്പിച്ച് അത് ഒരു ക്ഷണം മാത്രം അതിൽ ലയിച്ചു ചേരും. അപ്പം ആനന്ദം ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ കിട്ടി അത് തിരിച്ചതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുന്നത് ആ ബോധത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. നന്നായി വരട്ടെ, കൂടുതൽ അനുഭവിക്കാനിടയാകട്ടെ, പരസ്പരം ഭാവയന്ത. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അനുഗ്രഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും എന്താഗ്രഹമാണെങ്കിലും അത് പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് ക്ഷണികമാണ്, കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. പക്ഷെ കുറച്ചു നേരത്തേക്കാണെങ്കിലും അത് ഈശ്വര സ്വരൂപം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മളിലെ ആ ആനന്ദത്തെ നമ്മൾ അനുഭവിക്കാനിടയാകുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ആനന്ദത്തെ അവെയർ ആവണം. നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ, അനാദര യോഗം പരിശീലിച്ചു കഴിഞ്ഞാൽ ആ ആനന്ദം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ആനന്ദം ഇല്ലാതാകുന്നത് വരെ അതിനെ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അതായത് അവെയർ ആവുക. ഇനി ആ ആനന്ദത്തിൽ അത്രയും നേരം അവെയറായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടാവാം. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ ആനന്ദം ഉണ്ടാകുമ്പോൾ അത് ആരാണെന്നാ പറഞ്ഞത്? ഈ ആനന്ദവും ഭഗവത് സ്വരൂപം തന്നെയാണ്. അപ്പൊ ആ ആനന്ദം എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അത്ര അഭേദ തലത്തിലേക്ക് എത്തിയിട്ടില്ല, ഭേദതലത്തിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ഈ ആനന്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കണം. അത് ഏത് ദേവതയായാലും കുഴപ്പമൊന്നുമില്ല. അത് ഭഗവതി ആയാലും കുഴപ്പമില്ല, ഭഗവാനായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, ആ നാമം ജപിക്കണം. എത്ര നേരം ജപിക്കണം? ഈ ആനന്ദം ഉള്ളിടത്തോളം കാലം. കഴിഞ്ഞ് ആനന്ദം പോവും, നമുക്ക് നാമം നിർത്താം. എവിടെ വെച്ച് വേണമെങ്കിലും ജപിക്കാം. ക്രൈറ്റീരിയ എന്താ? ആനന്ദം എപ്പോഴാണോ ഉണ്ടാവുന്നത് അപ്പം ജപിക്കണം. ആനന്ദം എപ്പോഴൊക്കെ ഉണ്ടാവുന്നു അപ്പോഴൊക്കെ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന്, ആ ആനന്ദം ഉണ്ടായി നിലനിന്ന് തിരിച്ചില്ലാതെയാകുന്നത് വരെ അവെയറാകണം. അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം ജപിക്കണം. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും ക്രമേണ ആരാധനയായി മാറുകയാണ്. ഇതിനൊന്നും നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല.
നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷത്തെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഭാഗവതകാരൻ വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ആ ആനന്ദം എന്താ? ആ ആനന്ദം ഈ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. എന്ത് ആനന്ദവുമായിക്കോട്ടെ അത് ഭഗവത് സ്വരൂപമാണ്. വളരെ രഹസ്യവും ഗോപ്യവും ഉദാത്തവുമായിട്ടുള്ള ഒരറിവായത്. പ്രകൃതി, അതിൻ്റെ ഗുണങ്ങൾക്ക് വികാരമുണ്ടാക്കുന്ന കാലം, അന്ധക്കരണം, പുണ്യപാപ ഫലസ്വരൂപമായ പ്രാരബ്ധം എന്നിവയെല്ലാം ചേർന്നുണ്ടായിട്ടുള്ള ഈ ശരീരം പല ഘടകങ്ങളുടെയും ഒത്തുചേരലാണ് ഈ ശരീരം. അത് ഈ ശരീരത്തിൻ്റെ ഘടനാ രീതിയെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. ഈ ശരീരം എങ്ങനെയാ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. ഏത് അഭിപ്രായം ആർക്കുണ്ടായാലും ശരീരം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി പല ഘടകങ്ങളുടെയും, ആ ഘടകങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിൻ്റെ ചേർച്ചയിൽ ഉണ്ടാകുന്നത് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി, അതിൻ്റെ ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വികാരമുണ്ടാക്കുന്ന കാലം നമ്മൾ നേരത്തെ കേട്ടു. 3-ാം സ്കന്ധത്തിൽ നമ്മൾ കാലവും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രകൃതി പ്രക്ഷുബ്ധമായി അവ്യക്തമായി തീരുന്നത് എന്നൊക്കെ. അപ്പം ഗുണങ്ങൾക്ക് വികാരമുണ്ടാക്കുന്ന കാലം, അന്ധക്കരണം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, പുണ്യപാപ ഫലസ്വരൂപമായ പ്രാരബ്ധം. ഇപ്പൊ കർമ്മഫലത്തിലാണ്, കർമ്മഫലം അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് മുഴുവൻ പ്രാരബ്ധമാണ്. നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല ഘടകങ്ങളുടെയും ഒത്തുചേരലിലാണ്, എന്നിവയെല്ലാം ചേർന്നുണ്ടായിട്ടുള്ളതാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ വിജ്ഞാനഘനരൂപിയായ ഭഗവാൻ ബുദ്ധിവൃത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അന്തര്യാമിയായി വർത്തിക്കുന്നു. എല്ലാ ശരീരങ്ങളിലും, ജീവനുള്ള ഇതിലും വിജ്ഞാനഘനരൂപിയായ ഭഗവാൻ, വിജ്ഞാനഘനം, കോൺസെൻട്രേറ്റഡ് കോൺഷ്യസ്നസ്, അതാണ് ഭഗവാന്റെ രൂപം. അതായത് കോൺസെൻട്രേറ്റഡ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ശുദ്ധ അവയർനെസ്, അവബോധം. വിജ്ഞാനഘനരൂപിയായ ഭഗവാൻ, ഈ ഭഗവാൻ എന്തിനെയാണ് നിയന്ത്രിക്കുന്നത്? ബുദ്ധിവൃത്തിയെ തിരിച്ചറിയുവാനുള്ള ഉപകരണം. അത് ബുദ്ധിയാണ്. ഇത് അതാണെന്നും ഇത് മറ്റേതാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവുണ്ടാക്കുന്നത്. ഇത് വെള്ളമാണെന്നും ഇത് പാലാണെന്നും നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ്. ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ഇതിനെ കൊണ്ടു കൊടുക്കുകയാണ്. അഹങ്കാരം അതിനെ ഗ്രഹിച്ച് ബുദ്ധിക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിയാണത് തീരുമാനിക്കുന്നത്. ഇത് വെള്ളമാണ്, ഇത് പാലാണ്, ഇത് വിഷമാണ്, ഇത് കഴിക്കരുത്, ഇത് കുടിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അപ്പം ഭഗവാൻ ബുദ്ധിവൃത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അന്തര്യാമിയായി വർത്തിക്കുന്നു. ഇപ്പൊ എവിടെ ഈ ഭഗവാൻ വർത്തിക്കുന്നത്? നമ്മുടെ ബുദ്ധിവൃത്തിയെ, നമ്മുടെ വിശകലനാത്മകമായ മനസ്സ്, അതാണ് ബുദ്ധി, അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഓരോരുത്തരിലും അന്തര്യാമിയായി ഭഗവാൻ വർത്തിക്കുന്നു. ഈ അന്തര്യാമിയുടെ പ്രവർത്തനം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഴുക്ക് വെള്ളം നല്ല വെള്ളമാണെന്ന് വിചാരിച്ച് നമ്മൾ കുടിക്കും. നമ്മളുടെ ഡിസേണിങ് പവർ കൃത്യമാവില്ല. അങ്ങനെയാണ് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. വിജ്ഞാനഘനരൂപിയായ ഭഗവാൻ ബുദ്ധിവൃത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അന്തര്യാമിയായി വർത്തിക്കുന്നു. ഇത് സകല ജീവജാലങ്ങളിലുമുണ്ട്. കർമ്മങ്ങളുടെ അനുകൂല ഫലത്തിൽ ആനന്ദഭരിതനായി അവിടുന്ന് അന്ധകരണത്തിൽ പ്രകാശിക്കുന്നു. സന്തോഷമുണ്ടാകുന്ന സമയം, ഇപ്പൊ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരുടെ അഭിപ്രായ പ്രകാരം കർമ്മങ്ങളുടെ അനുകൂല ഫലത്തിലാണ് സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെ സന്തോഷമുണ്ടാകുന്നു അപ്പോഴെല്ലാം, സന്തോഷം ഉണ്ടാകുമ്പോൾ എന്താ ഒരു ഗുണം? അന്ധകരണത്തിൽ ഈ അന്തര്യാമി പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവവേദ്യമാകും. അതായത് അന്ധകരണത്തിൽ ഈ അന്തര്യാമി എപ്പോഴൊക്കെയാണോ തെളിഞ്ഞു പ്രകാശിക്കുന്നത് അപ്പോഴെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാവും. സന്തോഷം ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകും.
ബാക്കിയെല്ലാം സത്വ, ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ സത്വം, ബാക്കിയെല്ലാം രജസ്സും തമസ്സും. അപ്പൊ സന്തോഷമാണ് നമ്മളുടെ ബോധത്തെ നമുക്ക് കൂടുതൽ 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 പ്രകാശിപ്പിച്ച് തരിക. കർമ്മങ്ങളുടെ അനുകൂല ഫലത്തിൽ ആനന്ദഭരിതനായി അവിടുന്ന് അന്ധഃകരണത്തിൽ പ്രകാശിക്കുന്നു. ബുദ്ധിവൃത്തിയുടെ വൈവിധ്യം കൊണ്ട് അനുഭവപ്പെടുന്ന ആനന്ദത്തിനും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു. ബുദ്ധിവൃത്തിയുടെ വൈവിധ്യം കൊണ്ട്, ബുദ്ധിയുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ ബുദ്ധിവൃത്തിയുടെ പ്രവൃത്തി അത് എപ്പോഴും തെളിഞ്ഞല്ല നിൽക്കുന്നത്, അത് തെളിഞ്ഞും മറഞ്ഞും പോവും. അതിൻ്റെ ബുദ്ധിവൃത്തിയുടെ വൈവിധ്യം കൊണ്ട്, അനുഭവങ്ങളുടെ വ്യത്യാസം കൊണ്ട് അനുഭവപ്പെടുന്ന ആനന്ദത്തിനും ഏറ്റക്കുറച്ചിലുണ്ടാവുന്നു. ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് സന്തോഷം ഉണ്ടാവുന്നു, ചിലപ്പോൾ നമുക്ക് ചെറിയ സന്തോഷം ഉണ്ടാവുന്നു. ചിലപ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് സന്തോഷം നിൽക്കുന്നു, ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് സന്തോഷം നിൽക്കുകയുള്ളൂ. അത് ഈ അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിരിക്കും. വിറകിന്റെ വലുപ്പത്തിനും ഇനത്തിനുമനുസരിച്ച് വലുതും ചെറുതുമായ അഗ്നി സംജാതമാകുന്നത് പോലെ. അഗ്നി ഒന്ന് തന്നെയാണ്, പക്ഷെ അതൊരു വലിയ തീയും ചെറിയ തീയും ഒക്കെ ആകുന്നത് വിറകിന്റെ വലുപ്പം അനുസരിച്ച്. ചെറിയ വിറക് ഉപയോഗിച്ച തീ കൂട്ടുന്നതെങ്കിൽ ചെറിയ തീയായിരിക്കും, വലിയ വിറക് ഉപയോഗിച്ച തീ കൂട്ടുന്നതെങ്കിൽ വലിയ തീയായിരിക്കും, ഒറ്റ വിറക് ഉപയോഗിച്ച തീ കൂട്ടുന്നതെങ്കിൽ ചെറിയ തീയായിരിക്കും, ഒരുപാട് വിറകുകൾ സമാഹരിച്ചാണ് തീ കൂട്ടുന്നതെങ്കിൽ വലിയ തീയായിരിക്കും. പക്ഷെ തീ വലുതായാലും ചെറുതായാലും ഒന്ന് തന്നെയാണ്. സന്തോഷം കുറച്ചു നേരത്തേക്കേ ഉള്ളുവെങ്കിലും കുറേ നേരത്തേക്കാണ് ഉള്ളതെങ്കിലും, സന്തോഷം ചെറിയ സന്തോഷമാണെങ്കിലും വലിയ സന്തോഷമാണെങ്കിലും അത് ആനന്ദം തന്നെയാണ്, ഭഗവത് സ്വരൂപം തന്നെയാണ്. അപ്പോഴെല്ലാം ആ ഈശ്വരനെ സ്മരിക്കാവുന്നതാണ്. സ്മരണ എന്നുള്ളത് തിരിച്ചറിവാണ് ഇവിടെ. അവയറാകാവുന്നതാണ്. അവയറാകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കാവുന്നതാണ്.